ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ കാനത് ലിനബിയിനാ അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തനബിക്ക് ഉണ്ടായപ്പോൾ ബിഹിദായത്തിഹി ലനാ ഇലാ സവായി സബീൽ, മുത്തനബി നമ്മളെ സൽപാന്താവിലേക്ക് ചേർത്തി എന്നതിൻ്റെ പേരിൽ മുത്തനബിക്ക് ഉണ്ടായപ്പോൾ മിനനുൻ, പല മിന്നത്തുകളും ഉണ്ടായപ്പോൾ. എങ്ങനത്തെ മിന്നത്തുകളാണ്? ലായുംകിൻ ഇസ്തിഖ്സാഉഹാദനെന്നും എന്നെ പറഞ്ഞറ്റമാക്കലെന്തല്ല, സാധ്യമല്ല. അത്ര മിന്നത്ത് മുത്തനബിക്ക് ഉണ്ടായപ്പോൾ. ഏതുപോലെ കമാ അന്ന ലില്ലാഹി തആല അലൈനാ നിഅമൻ, അള്ളാഹു താലാക്ക് നമ്മളുടെ മേൽ പല അനുഗ്രഹങ്ങളുണ്ടായപ്പോൾ ലായ തസവ്വുർ ഇഹ്സാഉഹ, തിട്ടപ്പെടുത്താൻ തസവ്വുറാകാത്ത. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അപ്പോൾ ഇഹ്സാ ചെയ്യാൻ കഴിയാത്ത അനുഗ്രഹം അള്ളാഹ് തന്നപ്പോൾ അൽഹംദുലില്ലാഹി തആല എന്ന് ആദ്യം പറഞ്ഞു. അതേമാതിരി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കിട്ടിയ അതും പറഞ്ഞ് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ ഇഖ്തറന, മുസന്നിഫ് അന്വയിപ്പിച്ചു. ശരിക്കും കറന എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ. അപ്പോൾ കറന എന്നുള്ളതിന് ഇഖ്തറന എന്ന് പ്രയോഗിച്ചതിന് ബേജാറാവൊന്നും വേണ്ട. ചിലപ്പം ഈ മുത്താദ്യമായിട്ട് അതിന് ഉപയോഗിക്കേണ്ട ഇഫ്താൽവാദിന് വരലുണ്ട്. ഇപ്പോൾ കസബ, ഇക്തസബ, കസബൻ്റെ അതേ മാനാക്കി ഇക്തസബ അറിയല്ലേ. ഇപ്പം ഹജബ, ഇഹ്തജബ, അങ്ങനെയൊക്കെ വരും. എന്ന മാതിരി കറനൻ്റെ മാനാക്കി ഇഖ്തറന പ്രയോഗിച്ചൊക്കെയാണ്. മുസന്നിഫ് അന്വയിപ്പിച്ചു സ്വലാത്ത് ബി തഹ്മീദീൻ, സ്വലാത്തിനെ അൽഹംദുലില്ലാഹിനോട് അങ്ങോട്ട് അന്വയിപ്പിച്ച് ചേർത്തി പറഞ്ഞു. ഇംതിസാലല്ലി അംരിഹി, അള്ളാൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചതിന് വേണ്ടി കാണ്ടും. വഖല്ലാലി ബാലി ഹുഖൂഖിഹി, മുത്തനബിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടപ്പാടിൽ നിന്ന് അല്പമെങ്കിലും വീട്ടിക്കോട്ടെന്ന് വെച്ചിട്ടും. നല്ല പൂർണ്ണമായിട്ട് വീട്ടാൻ നമുക്ക് വയ്ക്കൂല, മുത്തനബി ചെയ്ത് അത്രക്കാണ്. അപ്പോൾ അതിന് ചിലതൊക്കെ വീട്ടിക്കോട്ടെ വെച്ചിട്ടും. ഇപ്പോൾ കാലാന്തർ മുസന്നിഫ് ചൊല്ലി വസ്സലാത്തു അലാ നബിയിഹി തതവാല, തുടരെയായ നിലയിൽ മുത്തനബിന് മേൽ സ്വലാത്തുണ്ടാകുമാറാവട്ടെ. അല്ലേ കദിസ്തഹറ. ഇനി ഒരു ചർച്ച കൊണ്ടുവരാം. പ്രസിദ്ധമായിട്ടുണ്ട് അന്ന സ്വലാത്ത, ഈ സ്വലാത്ത് എന്ന വാക്ക് ഹഖീഖത്തും ഫി ദുആഇ, ദുആ എന്ന മാനയിൽ ഹഖീഖത്താണ്. ലോകത്തിൽ എല്ലാവരും പണ്ടേ പ്രസിദ്ധം പറഞ്ഞു. ഭാഷാർത്ഥ പ്രകാരം സ്വലാത്ത് പറഞ്ഞാൽ ദുആ നടത്തുള്ളൂ. പിന്നെ വഫിൽ അർക്കാനിൽ മഖ്സൂസത്തി, തക്ബീറോട് തുടങ്ങിയാണ്ട് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക സുജൂദ്, റുക്കു പോലുള്ള അഫ്ആലുണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ ഷറയിലും ഹഖീഖത്താണ്. അപ്പോൾ ഷറഈയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ സ്വലാത്ത് എന്ന വാക്ക് നിസ്കാരത്തിന് ഹഖീഖത്ത്, ഭാഷാപരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സ്വലാത്ത് എവിടെ ഹഖീഖത്ത്? ദുആയിലാണ് ഹഖീഖത്ത്. റുബ്ബമായി റാദ് ബിഹ, ചിലപ്പോൾ സ്വലാത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന റഹ്മ, വെറും കാരുണ്യം എന്നുള്ള മാനാക്ക് മാത്രം ഉപയോഗിക്കലുണ്ട്. മജാസായി കൊണ്ട്. പിന്നെ അലാക്കത്തി സബബിയത്തി, സബബാവുക എന്ന ബന്ധം ഉണ്ടായതിന് വേണ്ടി. കാരുണ്യം ഉണ്ടാവുമ്പോഴാണല്ലോ എൻ്റെ മറ്റുള്ളതൊക്കെ ഉണ്ടാകല്. അപ്പോൾ ആയതുകൊണ്ടാണ് സബബിയത്ത് എന്ന ബന്ധത്തിൻ്റെ സ്ഥാനത്ത് എന്ത് കാട്ടിയത്? മജാസായി കൊണ്ട് റഹ്മത്ത് മാനാക്കും അറിയിക്കല്. വക്കീല പറയപ്പെട്ടത് ഇന്നഹ, ഈ സ്വലാത്ത് എന്ന വാക്ക് മുസ്തറക്കത്തുൻ ലഫ്ലിയത്തുൻ, ലഫ്ലിയായ മുസ്തറക്കത്ത് തന്നെയാണ്. ബൈന ദുആഇ വൽ ഇസ്തിഗ്ഫാരി വ റഹ്മത്തി. അങ്ങനെയാണ്. അങ്ങനെ ഹഖീഖത്ത് മജാദൊന്നും പറയണ്ട. ഇപ്പം അസദ് ഒലംഫർ എന്താ അർത്ഥം? അല്ല, അത് ഐന് ഞാൻ എന്താ അർത്ഥമുണ്ട്? കണ്ണ്, അതുപോലെ തന്നെ തടി എന്നൊക്കെ അർത്ഥമല്ലേ എന്നെ പറഞ്ഞ മാതിരി. ഒരു ലഫ്സിന് ഒന്നും മാനണ്ടാണ് മാതിരി സ്വലാത്തിന് പറയാൻ അർത്ഥമുണ്ട്. ദുആരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, റഹ്മത്ത് ചെയ്യുക, ഇതൊക്കെ മുസ്തറക്കായ ലഫ്ളാണ്. അങ്ങനെ വക്കീല ഇന്നഹാഫി ലുഗത്തി അല്ലാത്തഫ് മുത്തലഖൻ. ഒരു വീക്ഷണം അങ്ങനെയാണ്. ഈ സ്വലാത്ത് എന്ന വാക്ക് അത്തുഫ്, ലോലത എന്നാണ് മുത്തലഖൻ. അതിന് ഏത് പല നിലക്കും ആകാം. ലാക്കില്ലവും, പക്ഷേ ആ ലോലത ഈ ഖൽബിൽ ധരിക്കുന്ന ആ അത്തുഫ് എന്ന സംഗതി ബിന്നിസ്ബത്തിലല്ലാഹി, അള്ളാഹ്ക്കുള്ള ഉയർത്തി നോക്കുമ്പോൾ റഹ്മത്തും കാമില എന്ന് പറയും. വഹിൽ മലായിക്കത്തി ഇസ്തിഗ്ഫാറും, മലക്ക് ഉയർത്തി നോക്കും ഇസ്തിഗ്ഫാർ അറിയും. വഹിൽ മുഅ്മിനീന ദുആഉം, മുഅ്മിനീന ദുആ എന്ന് അറിയും. ഒക്കെ അത്തുഫ് മുത്തലഖൻ എന്നാണ് ഏതുള്ളത്? സ്വലാത്തിൻ്റെ മായന അത് ഓരോന്നും നമുക്ക് തട്ടിച്ചു നോക്കും, മാറി മാറി വരുന്നുള്ളൂ. ഫലഹാദ, ഇത് പ്രകാരം തക്കൂനു, ഈ സ്വലാത്ത് എന്ന കരിമത്താവും മുസ്തറക്കത്തം മാനവീയത്തിന്. മാനവീയത്തെ മുസ്തറക്കത്താണ് ഈ കാര്യം, ലഫ്ലിയ മുസ്തറക്കത്തല്ല, മാനവീയ മുസ്തറക്കത്താണ് ഈ കാര്യം. ഒരു ലഫ്ലു തന്നെ ഒന്നുള്ളൂ അത്തുഫ്, അത് മാനിയാവുമ്പോൾ മാറി മാറി വരികയാണ്. വക്കീല ഇന്നഹ മൗദൂഅത്തിൽ കദിർ മുസ്തറക്ക് ബൈന സലാത്തിൽ മദ്കൂറത്തി ബിൽ ഉമുൽ മജാസിയും. ഉമൂമുൽ മജാസ് എന്ന നിലയ്ക്ക് പറയപ്പെട്ട മൂന്ന് മാനടയിൽ ലഫ്ലാണ് മുസ്തറക്കത്തായ ലഫ്ലാണ്. അത് കദിർ മുസ്തറക്ക് വെച്ചൊക്കെയാണ്. ഏതാണത്? വഹുവ, ആ കദിർ മുസ്തറക്ക് എന്താ അറിയോ? അല്ല എത്തിനാവ് ഷെയ്നു മുസല്ല അലൈഹി, ഈ സ്വലാത്ത് ആരും പേര് വർഷിപ്പിക്കപ്പെടുന്നു അയാളെന്ന് മെയിൻറ്റ് ചെയ്യാന്ന് അർത്ഥം. ഈ സ്വലാത്ത് ഏത് വ്യക്തിക്കരെ ചെല്ലുക,
ഇബ്രാഹിം നബിക്ക് അല്ലെങ്കിൽ മൂസാ നബിക്ക് അല്ലെങ്കിൽ ജിബ്രീലിന് ഏതെങ്കിലും ഒരു വ്യക്തിക്കാണല്ലോ സ്വലാത്ത് ചൊല്ലുക. ആ മുസല്ലലൈനിന്റെ അലൈഹി ആളാരാണോ ഓനെന്റെ ഷെയ്നിന്റെ നെയ്ത്തിനാവ് ചെയ്യാന്നുള്ളത് അതായിരിക്കും എന്നൊരു ഖദർ മുസ്തറക്ക് ഉണ്ട്. അതിനാണ് വെക്കപ്പെട്ടത്. ഇത് ചെയ്യില്ല. ഒരുപാട് അഭിപ്രായമായി സ്വലാത്തിന്റെ കാര്യത്തിൽ. ഇനി നബി ആരാ? വന്നബി റജുലുൻ ബഅസഹുല്ലാഹു തആല ഇല ഖൽഖീൻ. നബി എന്ന് പറഞ്ഞാൽ റജുലാണ്, അള്ളാഹു അയാൾ നീ അയച്ചു ഹൽക്കിലേക്ക് ത്വരീഖിൽ ഹഖി, സത്യപാന്താവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ബിഇദ്ഹാരിൽ മുഅ്ജിസാത്ത് ഒളിവാക്കിക്കൊണ്ട് നബീനി ഇയാളെക്കുന്നവാന. വഹുവ മുസ്തഖും മിനൻ നബുവത്തി, നബുവ എന്നതിൽ നിന്ന് വിളിക്കപ്പെട്ടതാണ് ഈ നബി എന്ന വാക്ക്. ഉയർച്ച എന്നർത്ഥം. ഫയകൂനു ഫഈലൻ, അത് പ്രകാരം നബി എന്ന വാക്ക് ഫഈലോസിനാണ് ഈ കറബിയാന മഫ്ഊലിൻ, മഫ്ഊൽ എന്ന മാനാക്കുള്ള ഇസഫൂല മാനാക്കുള്ള പിന്നെ ഫൈലോസിന് 2 മാനാക്ക് വരുമല്ലോ. ഫൈലോസിന് ഇതിൻ്റെ മാനാക്ക് ഒരു ഇസ്വായിലെ മാനാക്ക് സുഫുല മാനാക്കും വരും. കത്തീരി ഒരു ഇസഫൂല മാനാക്കാണ്. റഹീം പറയുമ്പോൾ ഇസ്വായിലെ മാനാക്കാണ്. സഞ്ചാരത്തെ അങ്ങനെ തന്നെ പറയാം ഞാൻ. പിന്നെ ഔമിൻ നബഇൻ, അല്ലെങ്കിൽ നബ ആണ് അതിൻ്റെ അസില്, അതിന് പിടിക്കപ്പെട്ടതാണ്. ഇഖ്ബാർ എന്നർത്ഥം, വർത്തമാനം പറയാം. നബ വർത്തമാനം പറഞ്ഞു. ഫേക്കൂന് ബി ആന ഫായിൽ, അപ്പം ഇതിന് ഫായിൽ ആനാക്കാണ് ഈ കാര്യം. അപ്പം നബി എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയുന്നവെന്ന അർത്ഥം. നബി അവൻ നബി അല്ലേന്ന് ചോദ്യം ഉണ്ടാവും. അപ്പം ഹംസ തഫീഫിന് വേണ്ടിയാണ് ആക്കിയാണ് ഇസ്ലാം ചെയ്തപ്പോൾ നബീന്ന് അയക്കാണ്. ഔ മങ്കൂലും പിന്നെ നബി വേന ത്വരീഖ്, അല്ലെങ്കിൽ വഴി നടത്തമുള്ള നബിയുണ്ട്, ഇന്ന് മങ്കൂലാണ്. അല്ലാതെ അസ്ലി നബ എന്ന് പറയണ്ട. വെച്ചപ്പം തന്നെ അതിൻ്റെ അർത്ഥം നബിയെന്ന് വെച്ചേക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ത്വരീഖ് എന്ന അർത്ഥം അതിന് പോകുന്നതാണ്, അല്ലാതെ വേറൊന്നും തോന്നുന്നതല്ല. അപ്പോൾ ഇന്നഹു യൂസിലുള്ള ഹക്കി, കാരണം ഏതൊരു നബിയും ഹക്കിലേക്കാണല്ലോ ചേർക്കണത്. അവർ അതൊരു വഴിയാണ്, എന്നോട് സമാനം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് വഴി നടത്തമുള്ള നബി എന്ന് പറഞ്ഞത്. ലാക്കിലിൽ ഏറ്റിബാറുൽ ഔല, ഔല ആദ്യത്തെ പരിഗണനയാണ് ഏറ്റവും ഔല. ബിൽ ഏറ്റിബാരി, ഏറ്റിബാറുണ്ട് ഏറ്റവും നല്ലത് ആദ്യത്തെ ഏറ്റിബാറാണ്. കാരണം ലിമാ ഫീഹി, ഒന്നാമത്തെ സ്ഥിരമായ ഒന്നിന് വേണ്ടി ദലാലത്തിലെ ഷറഫി വരിഫത്തി, ഷറഫിൻ്റെ മേലും ഉയർച്ചയും അറിയിക്കുക. കാരണം നബുവത്ത് കാരണം ഉയർച്ച എന്നല്ല അർത്ഥം. അപ്പം നബി കാരണം ഉയർന്ന ആള് എന്നൊരു അർത്ഥം അതിനുണ്ട്, നബീന് ഉണ്ട്. അത് കിട്ടാൻ നല്ലത് ഏതാണ്? നബി നബുവത്ത് പോകുന്ന നിൽക്കലാണ് നല്ലത്. അല്ലാതെ വഴി എന്ന് പറഞ്ഞാൽ ഇത് കിട്ടൂല, ഉയർച്ചാന്ന് കിട്ടൂല. പിന്നെ അസ്ലൻ, അസ്ലൻ ഉണ്ടെങ്കിൽ ഉണ്ടോ? അസ്ലെന്നില്ല അവിടെ. അസ്ലിനാൽ അറിയിക്കുക. അസ്ലുള്ള നോക്കുമ്പം ഇപ്പം ഉയർന്നാണ് നബീന്ന് ഉപയോഗിച്ചപ്പം. അസ്ലുള്ള നോക്കുമ്പം ഫിലാഫിൽ മാനേനിൽ അഹിറൈനി, ഒടുത്ത് 2 മാനക്ക് മാറുന്നു. ഒടുത്ത് 2 മാന ഏതാണ്? ഒടുത്ത് 2 മാനം വിളിച്ചെന്താണ്? വഴി. മറ്റെന്താണ്? വർത്താനം പറയാം. ഈ മാനക്ക് മാറുന്നു. റസൂലി വജുഹുൻ, എത്രത്തോളം റസൂൽ എന്ന ലഫ്ദിനേക്കാൾ നബീനെ മുത്തി നമ്മുടെ മുസ്ലിം തന്നെ തനിക്ക് ന്യായം കൂടിയായി. എന്തിനെ വസ്സലാത്തു അല റസൂലിഹി തത്തവാല എന്ന് ഒഴിവാക്കിയാണ് നബീഹി തത്തവാല എന്ന് പറഞ്ഞ എന്തിനാണ്? ഉയർന്ന എന്നുള്ള അസ്ലിയമാന എത്തിബാർ ചെയ്തോട്ടെ വിചാരിച്ച് കണ്ട മുസ്ലിം ബന്ധ് കാട്ടിയ തന്നെ റസൂൽ ഒഴിവാക്കിയാണ്ട് റസൂലെന്ന ദൂതൻ അർത്ഥമല്ലേ ഉള്ളൂ. അതേ സ്ഥലത്തിൽ നബിയാവുമ്പോൾ എന്ത് കൂടി കിട്ടും? മുസ്ലിമൊക്കെ നോക്കുമ്പോൾ ഉയർന്ന അർത്ഥം കൂടി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് റസൂൽ ഒഴിവാക്കിയത്. വഖ്തലഫുൽ ഫർഖ് ബൈന നബി വ റസൂലി, ഈ നബി റസൂലും എന്താ ഫർക്ക് എന്നുള്ള കാര്യത്തിൽ ഇഖ്തിലാഫുണ്ട്. വഖ്തലഫു, ഇമാമികൾ ഇഖ്തിലാഫായിട്ടുണ്ട് ഫിൽ ഫർഖ് ബൈന നബി വ റസൂലി, നബിന്റെ റസൂലിന്റെ ഫർക്കിന്റെ കാര്യത്തിൽ. ഫഖീല വറോട് മുതസാവിയാനി, ചിലർ പറഞ്ഞു നബി ഒക്കെ റസൂലാണ്, റസൂലൊക്കെ നബിയാണ്. വല ഫർഖ് ഇല്ലാ ബിഅസ്മിൽ മഫ്ഹൂമി, അതിന്റെ അർത്ഥം വെക്കുമ്പോൾ മാറ്റം ഉണ്ടാവും. നബി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? നേരത്തെ പറഞ്ഞ അസ്ലിയമാരൊക്കെ ഉണ്ടാവും. റസൂൽ അയക്കപ്പെട്ട ആ അർത്ഥം. എന്നാൽ സംഗതി എല്ലാം നബി റസൂലൊക്കെ നബി തന്നെയാണ്. വക്കീല റസൂല് ആമോ, വേറെ പണ്ട് റസൂൽ കൂടുതൽ മെമ്പർമാർ കൂടുതലുണ്ട്. കാരണം പിന്നെ റസൂല് റബ്ബിന എന്ന ഖുർആൻ പലയിടത്തും പ്രയോഗിച്ചതിനെ പറ്റി, മലക്കളെ പറ്റി. അപ്പം മലക്കും പറ്റും റസൂലില്. അപ്പം ഏതാ ആമ്? മലക്കും പോടുന്നവർക്ക് റസൂൽ ആമയിക്കാരം കണ്ടോ. മലക്കം കാനോ ഇൻസാനൻ, മലക്കാട്ടെ ഇൻസാനാവട്ടെ, രണ്ടും പോടും റസൂലില്. പിന്നെ ബിഖിലാഫിൻ നബി, നബീനിക്ക് മാറ് ഫൈന മുഖ്തസുംബിൽ ഇൻസാനി, ഇൻസാനിൽ മാത്രമേ ഏതുണ്ടാവുള്ളൂ? നബി ഉണ്ടാവുള്ളൂ. റസൂൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും മലക്കളുടെ കൂട്ടത്തിലുണ്ടാവും. വക്കീല ഇന്നഹു അഹസു, ഇതാണ് ഹാസ്. ഏത്? റസൂലാണ് ഹാസ്. ലിഖൗനി സാഹിബ് കിതാബിൻ, കാരണം കിതാബുള്ളാക്കെ എന്ത് പറയുള്ളൂ? റസൂൽ പറയുള്ളൂ. നബി ആമു, നബി ആമാണ്. കാരണം 1,24,000 ഏതുണ്ട്? നബി ഉണ്ട്. റസൂൽ 315 ആൾക്കാരല്ലേ ഉള്ളൂ. ഹാദാഹു അൽ ഹഖു, അവസാനം പറഞ്ഞ അഭിപ്രായമാണ് സത്യം. ബിദലീലി ഖൗലിഹി തആല വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ എന്ന ആയത്തുണ്ടായതിന് വേണ്ടി. അപ്പം നബിയാണ് ആമ്, റസൂലിൽ ആ മെമ്പർമാർ കുറവാന്നുള്ളതിന് തെളിവ് എന്താണെന്നറിയോ?
ഈ ആയത്താണ് ഒമാർസൽനാമിൻ കബീക മിർ റസൂലിൻ വലാ നബിയിന്ന് ആയത്തുമെന്ന് കിട്ടുന്ന അവിടുന്ന് കിട്ടിയത് വജൂൽ ഇസ്തിദ്ലാലി ലക്ഷ്യം പിടിച്ച വജി ഇങ്ങനെയാണ്. എന്ത് അന്നഹുമാ നിശ്ചയമായിട്ടും നബി റസൂൽ ലൗകാന മുതസാവിയേനി മെമ്പർമാരുടെ മുസാവേനിച്ച് എല്ലാ നബി റസൂലൊക്കെ നബി എന്ന് വെച്ചോളി. അങ്ങനെയാണ് എങ്കിൽ ഔക്കാന റസൂൽ അമ്മ അല്ല റസൂല് മെമ്പർമാർ കൂടുതലാണെങ്കിൽ ലമ്മദിക്കുരി നബിയ ബാദഹു നബിനെ വേക്കിൽ നബിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. റസൂലിന്റെ വേക്കിൽ നബിനെ പറയണോ? നഫിയപ്പെട്ട അല്ലെങ്കിൽ പറയണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ കാര്യം പറയുമ്പോൾ പറച്ചിനൊരു ഊക്കുണ്ടല്ലോ. നബിയെ തങ്ങൾക്ക് മുമ്പ് റസൂലിനെ അയച്ചിട്ടില്ല, വലാ നബിയും നബിനെയും അയച്ചിട്ടില്ല. ആരെന്തുവാണോ നബിയിൽ മെമ്പർമാർ തോനെ വേണ്ടേ? അല്ല റസൂല് തോനെ ആ മെമ്പർമാരുണ്ട് എങ്കിൽ തന്നെ ഒരു റസൂലിനെ അയച്ചിട്ടില്ല, പിന്നെ വലാ നബി എന്ന് പറയണം. പിന്നെ അതാണ് ഏതാ എന്നെ നഫിയൽ അഹദ് മുത്തസാവിയനി എന്നെ നഫി അഹദിൽ മുത്തസാവിയനി മുത്തസാവിയനിൽ ഒന്നിന് നഫിയല് അവിൽ ആമ്മി ആമ്മാവുന്ന റസൂൽ നഫിയല് മുസ്തൽസിബിന് നഫി മുത്തസാവി ലാഹരി മറ്റു നഫിയലിനെയും വല്ല അഹസി അഹസാവുന്ന നബീനെ നഫിയനെയും എന്ത് ചെയ്യൂലേ? പിന്നെ ലാസിമാക്കൂലേ? ശരിയല്ലേ? ഹാദാ ഇതിനി പിടിച്ചോ. തറക്ക ഇനി വിഷയം മാറി. തറക്ക തസ്രീഹ ബിസ്മിഹി മുത്തനബിന്റെ പേര് തുറന്നു പറയുന്നത് ഒഴിവാക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തഅലീമൻ വഇജ്ലാലൻ നബിതങ്ങളും തഅലീം ചെയ്യാനും ഇജ്ലാൽ ചെയ്യാൻ വേണ്ടി കണ്ടാണ്. വൈദ്യാൻ ലി തഅയ്യിനി നിർണിതനാണെന്ന് വാദിക്കാൻ വേണ്ടിയുമാണ്. നബി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സെടുക്കേ പോവുള്ളൂ, മുത്തനബിയിലേക്ക് പോവുള്ളൂ. അല്ല മുഹമ്മദ് എന്ന് പറഞ്ഞെങ്കിൽ ആളെ തിരിയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല നമ്മളാള്. ജന്നഹുൽ ഫർദുൽ കാമിൽ കാരണം മുത്തനബിക്ക് ഒറ്റപ്പെട്ട വ്യക്തിയാണ്, പരിപൂർണ ഒറ്റപ്പെട്ട വ്യക്തിയാണ്. അല്ലദീല യൻസലിഖു ദിഹ്റു മിൻഹു ഇല്ലാ ഇലൈഹി നബി എന്ന് പറഞ്ഞാൽ തന്നെ ഖൽബ് ആ നബിയിലേക്ക് വലിഞ്ഞിറങ്ങുള്ളൂ. അങ്ങനത്തെ വ്യക്തിത്വമാണ് എന്നറിയിക്കാനാണ് എന്ത് ചെയ്താല നബീഹി എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞില്ല, മുഹമ്മദ് എന്ന് പറഞ്ഞില്ല. റഫ്ഉൽ മസ്ദരി എന്നാ പിന്നെ നെസ്ബാക്കി റഫാക്കി എന്തിനാണ്? വസ്സലാത്ത എന്ന് പറഞ്ഞ അതിനെ സ്വലാത്താൽ മൗസൂഫത്ത ബി ജംലത്തി തത്തവാല എന്ന് ജുംല വസ്ഫറയപ്പെട്ട സ്വലാത്തൻ എന്ന് പറയേണ്ടത് അതിനെന്തിനു ഒഴിവാക്കിയാണ്? സ്വലാത്തു എന്നാക്കി എന്തിനാണ് എന്നറിയത് ഫീലിനെ കളഞ്ഞിങ്ങാണ്ട് സ്വലാത്തൻ അലാ നബീഹി എന്നല്ലേ പറയേണ്ടത്. അത് തസ്ദീരിഹാ ബില്ലാമി പിന്നെ ലാമിനെ തലക്കൽ കൊടുത്തുങ്ങാണ്ട് ആമിലിനെ കളഞ്ഞുങ്ങാണ്ട് അസ്സലാത്തു നാക്കിയത്. ജാലു തത്തവാല ഖബറൻ ഇങ്ങനെ തത്തവാല കുറിച്ചുകാണ്ട് ഖബറാക്കലും ലഹു ആ മൂത്താക്ക് ഖബറാക്കലും വല്ലുദൂലു അനി നെസ്ബിനെ തൊട്ടുങ്ങാണ്ട് തെറ്റലും ഒക്കെ നുക്ലി നുക്തത്തിൻ മറത്ത് ഫിൽ ഹംദി ഹംദിൽ കഴിഞ്ഞു പോയ പോയിന്റുകൾക്ക് വേണ്ടിയിട്ടാണ്. തജദ്ദുദു ഒക്കെ കിട്ടാൻ ഇത് ഒഴിവാക്കിയിട്ട് സബാത്ത് വാദിപ്പിക്കാനറിഞ്ഞില്ലേ? അതന്നെ.